പൂളയും ചക്കയൊക്കെ ഇതുപോലെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിലേക്കൊരു മീൻകറി കൂടെ കിട്ടിയിരുന്നെങ്കിൽ അടിപൊളിയായിരിക്കും എന്ന് തോന്നിയിട്ടില്ലേ? പൂളയുടേക്കും ചക്കയിലേക്കും മാത്രമല്ല കേട്ടോ, ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയിലേക്കും അപ്പത്തിലേക്കും എല്ലാത്തിലേക്കും കോമ്പിനേഷൻ ആണ് മീൻ കറി. അപ്പൊ ഇന്ന് നമ്മൾ നല്ലൊരു മീൻ മുളകിട്ടതിന്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഇത് എല്ലാത്തിന്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആണ്. നമ്മൾ മലപ്പുറം സ്റ്റൈലിലുള്ള ഒരു മീൻ കറിയാണ് കേട്ടോ. അപ്പൊ നന്നായിട്ട് ആദ്യം തന്നെ ഇതാ മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ കണക്ക് പറയുന്നില്ല കേട്ടോ. വെളിച്ചെണ്ണ അവരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ കൂടുതൽ ഉണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആണ്, അത്ര തന്നെ. അപ്പൊ ഞാനിതാ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 8-10 മണി ഉലുവ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഉലുവ പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഇതാ ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിന്റെ കൂടെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ചെറിയ സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. സവാള ഒരുപാട് വേണ്ട മീൻകറിയിലേക്ക്. അപ്പൊ പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഉള്ളിയൊക്കെ ചതച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തതാണ്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പൊ ഇത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാം. അപ്പൊ അതിനായിട്ട് ഇതാ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിന്റെ പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു പേസ്റ്റ് പരുവത്തിൽ ആക്കിയെടുത്താൽ മതി കേട്ടോ. അതിനാവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ ഇതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ വഴറ്റിയെടുത്തിട്ടുള്ള ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി എണ്ണ തെളിയുന്നത് വരെ വഴറ്റിയെടുക്കണം കേട്ടോ. എന്നിട്ട് ഈ ഒരു മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. മസാലയുടെ പച്ചമണം മാറി വരുന്നത് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്തിട്ട് എണ്ണ തെളിഞ്ഞു വരണം കേട്ടോ. അപ്പോഴുള്ള മീൻകറിക്ക് നല്ലൊരു രുചി കിട്ടുള്ളൂ. മസാലയൊക്കെ മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു തക്കാളി കൂടെ ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. തക്കാളിയും വഴറ്റിയെടുക്കുന്ന സമയത്ത് തക്കാളി ഉടയുന്നത് വരെ വഴറ്റിയെടുക്കണം കേട്ടോ. ആ ഒരു പച്ച ടേസ്റ്റ് ഒക്കെ ഒന്ന് പോയി കിട്ടണം. എന്നിട്ട് ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളി ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം കേട്ടോ. പുളിവെള്ളവും അതുപോലെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ബാക്കി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പൊ നന്നായിട്ടൊന്ന് തിളച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അയലമീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഏത് മീനായാലും കുഴപ്പമില്ല. അപ്പൊ അയലമീൻ തലയോട് കൂടിയിട്ടാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അയലയുടെ തല ഒക്കെ കറി വെക്കുന്ന സമയത്ത് അതുപോലെ മുളകിട്ടാലൊക്കെ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. അയല, മത്തി അങ്ങനെയുള്ള മീനുകളൊക്കെ ഈ ഒരു ഗ്രേവിയിൽ കറി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരുപാട് ഇട്ടങ്ങ് ഇളക്കരുത് കേട്ടോ, മീനൊക്കെ അങ്ങ് ഉടഞ്ഞു പോകും. അപ്പൊ നമ്മളിത് ഇതുപോലെ ചട്ടി ഒന്ന് പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പൊ കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. ഒരു 2-3 തിളച്ചു കഴിഞ്ഞാൽ തന്നെ മീന് വെന്ത് വരും. അപ്പൊ ഇത് ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടിട്ടും വീണ്ടും ഇതിന്റെ മുകളിൽ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് ഇല്ലെങ്കിൽ ചെക്ക് നോക്കുക കേട്ടോ. പുളി ഒഴിച്ചു കൊടുക്കുമ്പോൾ ഉപ്പ് കുറച്ചുകൂടെ വേണ്ടി വരുമല്ലോ. അപ്പൊ അത് ഇത്രയുള്ളൂ, നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ അത് ഏതിന്റെ കൂടെയാണെന്നുണ്ടെങ്കിലും അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ ഈ ഒരു മീൻകറി. അപ്പൊ ഞാനിവിടെ ഇതിലേക്ക് ചക്ക കൂട്ടാനാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പൊ ഏറ്റവും നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.